ഹലോ ഗായ്സ്. ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോയാണ്. ഞാൻ ആ ഷോപ്പിംഗ് വ്ളോഗിൽ പറഞ്ഞിട്ടായിരുന്നു എന്തിനാ ഷോപ്പിങ്ങിന് പോയെന്നുള്ള കാര്യം ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാന്ന്. അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എന്തായിരുന്നു ഷോപ്പിങ്ങിൻ്റെ കാരണം, എന്താണ് ഇന്നലെ സംഭവിച്ചത്, അങ്ങനെയുള്ളൊരു വ്ളോഗാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഈ വ്ളോഗ് ചെയ്യലും പരിപാടിയൊക്കെ, അപ്പോൾ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം, കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ, ഇന്നൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടുക, അതായത് അച്ഛൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൂടുന്നൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഫുൾ റെഡിയായി, കസിൻസ് എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ബസ് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് വൈബായിരിക്കും. ഞാൻ എന്തായാലും എൻ്റെ ഷോർട്സും വീഡിയോസും എല്ലാം കാണും. അപ്പോൾ അത് കാണാം. അമ്മ നോക്കിയേ, എൻ്റെ അമ്മ കുഞ്ഞ് ഞങ്ങൾ ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഞങ്ങളിവിടെ നിൽക്കാം. KSRTC വരുന്നുണ്ട്, പക്ഷേ കയറാൻ പറ്റില്ല, കാരണം ചേച്ചിമാർ മാറ്റിയതില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കസിൻസ്, എൻ്റെ ചേച്ചിമാർ. ഞങ്ങൾ അപ്പൻ്റെ കുടുംബത്തിൽ അവർ 5 മക്കളാണ്, 2 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. അതിലൊരാൾ മരിച്ചുപോയി, മൂത്തപ്പ മരിച്ചുപോയി, ബാക്കി അവർ 4 പേരുണ്ട്. എന്നാലും 5 മക്കളായിരുന്നു. അപ്പോൾ അവർക്ക് 2 മക്കൾ വീതം 10 കൊച്ചുമക്കളാണ് ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിലുള്ളത്. ഞങ്ങളെല്ലാവരും 10 കൊച്ചുമക്കൾ, അതിലും 5 ആൺപിള്ളേരും 5 പെൺപിള്ളേരും. അങ്ങനെ കേട്ടോ ഞങ്ങൾ എല്ലാത്തിലും ഈക്വലാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ടാവും, പക്ഷെ ഞങ്ങൾ കുടുംബത്തിലും തിരഞ്ഞെടുക്കും കേട്ടോ. ഞങ്ങളങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. ഒരു കുഞ്ഞുവാവയുടെ, ഞങ്ങളുടെ അച്ഛൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഞങ്ങളെല്ലാവരും കുറിയിട്ടെടുക്കാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ അന്നത് നടന്നില്ല, എല്ലാവരും വന്നില്ല. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. ആർക്കും അറിയില്ല ആരെയാ കിട്ടിയതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഒരു സർപ്രൈസ്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ ഡേറ്റിന് നടത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായി. അത് കാരണം ഞങ്ങൾ ആ ഡേറ്റ്, ഞങ്ങൾക്കത് ഗ്രാൻഡായിട്ട് നടത്താൻ ഭയങ്കര പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു, പ്രോഗ്രാം ലിസ്റ്റ് ചെയ്തു, അങ്ങനെ നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തില്ലേ, സോ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ ഡേറ്റിന് വരിക, എല്ലാവരും ലീവ് എടുക്കുക, വേറെ പരിപാടി കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡേറ്റ് എടുത്തു. അതാണ് ഇന്നലെ ജനുവരി 18. എല്ലാവരും 4 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. എല്ലാം സെറ്റായി, ഗ്രൂപ്പിലെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു. ഒരു 4 മണിയോട് അടുപ്പിച്ച് എല്ലാവരും വന്നു. ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേനും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മെയിനായിട്ടും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് തന്നെ തുടക്കം വെച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇതെല്ലാം എൻ്റെ ചേച്ചിമാരും അച്ഛച്ചന്മാരും ചേട്ടന്മാരുമാണ്. ചേട്ടന്മാരെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്ന മരുമക്കളുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, ഞങ്ങളെല്ലാവരും ഇൻക്ലൂഡ്, അതായത് കൊച്ചുമക്കൾ മാത്രമല്ല, അവരുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്താണ് ഞങ്ങൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്. ആക്ച്വലി അതൊരു നിങ്ങൾക്ക് എത്ര അങ്ങോട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആ വൈബ്. പക്ഷെ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഒരു ഫാമിലി മൊത്തം കൂടുന്നൊരു സന്തോഷമില്ലേ, നമ്മളത് പറഞ്ഞറിയിക്കാൻ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സന്തോഷമൊന്നുമല്ല. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തലേദിവസം തൊട്ടേ ഉറക്കമില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കമേ ഇല്ലായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. പിന്നെ പേടിയുണ്ട് കേട്ടോ, കാരണം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ പിന്നൊരു കാര്യം പ്ലാൻ ചെയ്ത് നടക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണും, ഇത് മുടങ്ങിപ്പോവും, അങ്ങനെ അതും ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ പരിപാടി നടന്നു, നന്നായിട്ട് നടന്നു. എല്ലാവരും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ചെന്ന് കയറി എല്ലാവരെയും കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഒരു ഫീലാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ സന്തോഷം. ഒരു മൂവിയിൽ പറയുന്ന പോലെ എൻ്റെ കുടുംബം എൻ്റെ സ്വർഗരാജ്യം, അത് പറയുന്ന പോലെ ഇതാണ് എൻ്റെ കുടുംബം, ഇവിടെയാണ് എൻ്റെ എല്ലാം ഉള്ളത്. എൻ്റെ അച്ഛച്ചന്മാരും ചേച്ചിമാരും അനിയനും
ഞാൻ ആക്ച്വലി 9ാമത്തെ, എൻ്റെ കഴിഞ്ഞിട്ട് എനിക്കുള്ളതൊരു കൊച്ചിറക്കൻ. അവൻ ഡിഗ്രി കൊച്ചിറക്കൻ എന്നല്ല, ഡിഗ്രി 3rd ഇയർ ആണ്. പക്ഷെ അവൻ കൊച്ചിറക്കനാണ്. അങ്ങനെ ഞങ്ങൾ 10 കൊച്ചുമക്കൾ, മരുമക്കൾ 3 പേരേ ഉള്ളൂ ഇനി കല്യാണം കഴിക്കാൻ. അപ്പോൾ അത് ബാക്കിയുള്ള 7 പേരും കല്യാണമൊക്കെ കഴിച്ചവരായതുകൊണ്ട് എല്ലാവരെയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഒന്നും പറയാനില്ല, സെറ്റായിട്ട്. പിന്നെ പിള്ളേർക്കൊന്നും ഗിഫ്റ്റ് കൊടുത്തില്ല, അതുകൊണ്ട് അവർക്ക് ഓരോ 5 വീതം കൊടുത്തു. ഇനി എൻ്റെ 2 ചേച്ചിമാരുടെ പാട്ടാട്ടോ, നല്ല അടിപൊളി പാട്ടുകാരികളാണ്, കേട്ട് നോക്കേ. മമ്മി എടുത്തിട്ട് അമ്മച്ചി എടുത്തിട്ട് ഞാൻ ഈ ആസ്ഥാന ഗായിക എന്നൊക്കെ കളിയാക്കി പറഞ്ഞാലോ കേട്ടോ. ശരിക്കും അതിലാദ്യം പാടിയ ചേച്ചിയില്ലേ, ആ ചേച്ചി കൊയറിനൊക്കെ പാടുന്ന നല്ല കിഡിലനൊരു സിംഗറാണ്. അത് പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അടിപൊളി ഒരു സിംഗറാണ്. എന്തൊരു ഫീലാണെന്നറിയോ പാട്ടൊക്കെ കേൾക്കാൻ. അതുപോലെ 2ാമത്തെ ചേച്ചി. പിന്നെ ഞങ്ങളെല്ലാവരും പോവാറൊക്കെ ആയി. എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു ആളൊഴിഞ്ഞൊരു പുരപ്പറമ്പില്ലേ, അതുപോലായിരുന്നു കേട്ടോ വീട്. എല്ലാവർക്കും സങ്കടമായി പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ അടൂർ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. 9ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ടാട്ടോ ഇവള്. അങ്ങനെ അവളെയും കണ്ടു. ഞങ്ങൾ ബസ്സൊക്കെ കയറി റോഡിൽ വന്നു. ഇനി കുറച്ച് നടക്കാണ്ടല്ലോ വീട്ടിലോട്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴും ഭയങ്കര സങ്കടം, ഉള്ളിൽ എന്തോ ഒരു ഭാരം പോലെ. അയ്യോ ഭയങ്കര സങ്കടം, ഭയങ്കര എല്ലാവരെയും മിസ് ചെയ്യുന്ന പോലെ. അങ്ങനെ ഇനി കാണിക്കുന്ന ഇതാണ് എൻ്റെ കുടുംബം. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇനി എൻ്റെ അപ്പൻ ഇതിനകത്ത് മിസ്സില്ല, എൻ്റെ അപ്പൻ ഇതിനകത്ത് മിസ്സിങ് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട് അവിടെ. ഒരുപാട് എൻജോയ് ചെയ്ത് സന്തോഷിച്ച ഒരു ദിവസം. അതാണ് എൻ്റെ കുടുംബം കേട്ടോ. അതിനകത്ത് എല്ലാവരും എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എല്ലാവരും പരിചയപ്പെടുത്തി വരുമ്പോൾ ഒത്തിരി സമയമാവും. അതും പറയാണ്ട് നിങ്ങൾക്ക് ആരെയും മനസ്സിലാവുകയില്ല, കാരണം ഒത്തിരി പേരുണ്ട്. 10 പേരെ പരിചയപ്പെടുത്തണ്ടേ. 10 പേരെ കൊള്ളാഞ്ഞിട്ട് അവരുടെ വൈഫ്, ഹസ്ബൻഡ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരെ ഞാൻ പരിചയപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല, എല്ലാം കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് എല്ലാവരും പരിചയപ്പെടുത്താഞ്ഞത്. ഇനിയിപ്പോൾ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരോടും കൂടുന്നുണ്ട്, ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ വ്ളോഗൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തുന്നതായിരിക്കും. ആക്ച്വലി ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരെയും മിസ് ചെയ്തു. പോട്ടെ, സാരമില്ല, ഇനിയും കാണുമല്ലോ, നമ്മൾ അടുത്തൊക്കെ ഉള്ളവരല്ലേ. അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നലത്തെ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു. ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ചെറുതായിട്ടൊരു ലൈക്കും തരാം. അപ്പോൾ ബൈ ബൈ.